കയറ്റിക്കും മറ്റോ. നല്ലൊരു രാവിലെ ഇടത് നേരം വെളുക്കാൻ പോകുന്നേ ഉള്ളൂ. സൂര്യപ്രകാശം വന്നില്ല എന്നുള്ള രീതിയിലാണ്. ഞാനും നമ്മുടെ ഫ്രണ്ട് ദേവാച്ചി ഞങ്ങൾ രാവിലെ ഞങ്ങൾ ഉണ്ടാക്കിയ ഞങ്ങളെ കയാക്കിനാണ്. ചെറിയ കെട്ടോളം പോലെ ഉണ്ടാക്കിയതാണ്. കെട്ടോളമല്ല, ചെറിയ ജങ്കാറ് പോലെ. പക്ഷേ ഇത് കുപ്പിയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല സ്റ്റെബിലിറ്റി ആക്കി നല്ല കിട്ടുക്കനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ അപ്പോൾ കാശ് കറി നമ്മുടെ BFS റോഡും റെയിലും എടുത്തിട്ടുണ്ട്. ദേവാച്ചി നമ്മുടെ സാധനം ഇരിക്കുന്നത്. നമ്മുടെ ഫ്രോഗും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറാടയും നമ്മൾ ആ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ട്. അത് കുറാട ചെയ്യുന്നുണ്ട്. ജസ്റ്റ് വെള്ളത്തിൽ നിന്ന് ക്ലാസ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി തോടിൻ്റെ വങ്ക വഴി ഇറങ്ങി വെള്ളം പറ്റി വന്നിരിക്കുവാണ്. തോടിൻ്റെ വങ്കത്തായിരിക്കും കൂടുതൽ മീൻ നിൽക്കണം. കണ്ടത്തിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആഴമില്ല. ഈ വങ്കത്തൊന്നും മീൻ നിൽപ്പുണ്ട്. നമ്മൾ പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എന്തായാലും സെറ്റാണ്. നമുക്ക് നോക്കാം, എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ സെറ്റപ്പായിട്ട് ഇറങ്ങുന്നത് ഇത് എന്താണെന്ന് നമുക്കൊന്ന് അറിയാം. ഇതിൻ്റെ ഫീൽ എന്താണെന്ന് നമുക്ക് അറിയണം. പിന്നെ ഇത് കൂടുതലും അൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ വറ്റ, ഈ പാലാങ്കണ്ണി, കുറുവായൊക്കെ പിടിക്കാണ്ട് ആൾക്കാർ കൂടുതൽ. അൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം. പക്ഷേ വരാൻ പിടിച്ച് അങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. കാരണം നമ്മുടെ BFS റോഡ് ആൻഡ് റെയിൽ. ഓക്കെ, അപ്പോൾ നോക്കാം തിരിച്ചെന്ത് കിട്ടും നോക്കാം. അത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പെക്സോടെ ബെറി എന്ന് പറയുന്ന ഫ്രോഗ് കേട്ടോ. കാണാൻ പറ്റുന്നത് ബെറി ആടി കളിക്കുക. സ്പിന്നർ നമ്മൾ ചെറുതായിട്ടും ചേഞ്ച് ചെയ്യാം കേട്ടോ. അതിന് വരുന്ന സിംഗിൾ സ്പിന്നറായിരുന്നു വട്ടത്തിൽ. അത് മറ്റേ L ഷേപ്പിൽ സ്പിന്നറാക്കി പൊളി കേട്ടോ. ഇവിടെ എന്തായാലും നമുക്ക് നോക്കാം, എന്തായാലും കിട്ടും നോക്കാം. ഓക്കെ, കുറാട പൊളി വേണോ? എൻ്റെ കുണ്ടിയെ പറ്റിയിട്ടാ വെള്ളമാണോ കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ സ്പിന്നർ ഇറങ്ങാം. ഓടാ ഗൈസ്, ഫിഷ് ഓൺ ഗൈസ്, ഫിഷ് ഓൺ ഫിഷ് ഓൺ ഫിഷ് ഓൺ ഗൈസ്. നമ്മുടെ അൾട്രാലൈറ്റ് BFS റോഡ് ആൻഡ് റെയിൽ ഗൈസ്. ഒരു വരാലടിച്ചു കേട്ടോ. ഫസ്റ്റ് വരാൽ അമ്പടാ, നൈസ് ഫീലാട്ടോ. റോഡൊക്കെ നിൽക്കുന്നുണ്ടോ ഗൈസ്. ഫസ്റ്റ് വരാൽ അമ്പടാ രസം. അയാൾ പുതിയ ബോട്ട് പോലെ സാധനം ആയി. എൻ്റെ കാര്യം ഏത് ബോട്ട് കട്ടത്തിൽ കൂടി പോട്ടെ. ചെളിക്കകത്ത് കുത്തി ഗൈസ്. പൊളി പൊളി പൊളി. അത് എന്നെ ഫീൽ ചെയ്ത് കണ്ടു പിടിക്കാൻ. ഇപ്പം ഡാ കുട്ട തൊട്ട് വാതി കിടന്ന് മീൻ മരുന്നുണ്ട് ഗൈസ്. സെറ്റ് സെറ്റ് ഇങ്ങോട്ട് വാടാ പിടിച്ചോളാം ഗൈസ്. നമ്മുടെ BFS സെറ്റപ്പ് അടിച്ചത് നമ്മുടെ പെക്സോടെ ബെറിയുടെ ആയിട്ട് അടിച്ചിരിക്കുന്നത്. കിട്ടിയില്ല ഹുക്കപ്പ് ആട്ടോ ഫ്രോഗിന്. ചുമ്മാ ജസ്റ്റ് ഒന്ന് ഹുക്കപ്പ് ചെയ്ത് പിടിച്ചോളൂ. അൾട്ടറേറ്റ് കളിക്കുന്നവർക്കാണെങ്കിലും കൊണ്ടുപോകാം. 5-6 ഗ്രാമായിട്ട് കസ്റ്റമേറ്റ് ഉണ്ട് കേട്ടോ ഫ്രോഗിന്. കിട്ടിയ ഫ്രോണ്. സ്പിന്നർ ഞാൻ ചെറുതായിട്ടും ചേഞ്ച് ചെയ്യായിരുന്നു. ആ സിംഗിൾ സ്പിന്നർ ആയതുകൊണ്ട് ഞാൻ മാറ്റി നമ്മുടെ L ഷേപ്പ് സ്പിന്നറാക്കി ഗൈസ്. ഫ്രോഗ് കാണോ ഉണ്ടാ L ഷേപ്പ് സ്പിന്നറാക്കിയിട്ട് നമ്മുടെ ക്യാച്ചറിൻ്റെ സ്പിന്നർ ഞാൻ അങ്ങ് എടുത്തിട്ടു. ഓക്കെ, ടീക്കാണ്. ബായ് ഓർക്കടാ ഗൈസ്. മൊത്തം തുറന്ന് പിടിക്കില്ലേ ഇനി. ചെറുതായിട്ട് അടച്ച് അപ്പുറം അടച്ച് ആ ഒരു സൈഡ് അടിച്ചു വിട്ട്. എന്നാടാ എടാ, നീ ഞാനിവിടെ പോയി എവിടെയേലും തെറി പറയില്ല കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് വീണ്ടും എറിഞ്ഞു നോക്കാം. അവിടെയൊക്കെ വെട്ടണുണ്ട് കേട്ടോ. നമ്മൾ സെറ്റപ്പ് പക്കയാണ്. ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലത്തെ റോഡ് റെയിൽ ഉപയോഗിക്കണം. അതായത് അൾട്രാലൈറ്റിൻ്റെ ബൈക്ക് കാസ്റ്റിംഗ് റെയിൽ ആൻഡ് റോഡ്. ഓക്കെ, ഇവിടെയൊക്കെ മറയുണ്ട് കേട്ടോ. നോക്കാം കിട്ടുമോനെ. അവിടെ മറന്നുണ്ടല്ലോ ഗൈസ്. ഫിഷ് ഓൺ ഫിഷ് ഓൺ ഫിഷ് ഓൺ. ചെറിയൊരടി, ചെറിയ ഒരാളാട്ടോ. എന്തോടാ ഒരാള ഗൈസ്. അടുത്ത ഒരാൾ BFS സെറ്റപ്പ്. വാടാ ഗൈസ്. നമ്മുടെ അടുത്ത ഒരാൾ കേട്ടോ. വീണ്ടും നമ്മുടെ ബെറിയെ തന്നെ അടിച്ചേക്കുന്നത്. പെക്സോടെ ബെറി ഗൈസ്. നല്ല ഹുക്കപ്പുള്ള ഫ്രോ കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ. ചെറിയ രീതിയിലുള്ള മീൻ പിടുത്തം ഇതുപോലെ കണ്ടെത്തി നിന്നൊക്കെ അടിക്കാൻ. വലിയ ഫ്രോയിൽ മീൻ അടിക്കണില്ല എന്നുണ്ടെങ്കിൽ
ഈ സാധനം ഉപയോഗിച്ചാൽ ഉറപ്പായിട്ട് മേടിക്കും കേട്ടോ. ഉണ്ടല്ലോ കിട്ടില്ല സാധനം. ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി. കാർൺസിൽ ഹുക്കാണ് വരുന്നത്. സ്പിന്നർ സിംഗിളാണ് വരുന്നത്. സിംഗിൾ സ്പിന്നറിലും തീരടി അടിക്കുന്ന സാധനം കേട്ടോ. ഞാൻ സ്പിന്നർ അങ്ങോട്ട് മാറ്റി. ഈ സ്പിന്നർ പ്രൊപ്പലർ ടൈപ്പ് ആയപ്പോൾ നട്ടിച്ചേർക്കാം കേട്ടോ. നല്ല സൂപ്പർ ഹുക്കപ്പ് ഉള്ളത്. അത് ഇത് കണ്ടോ ഹുക്കപ്പ് കണ്ട കിട്ടിയ സാധനമാണ്. ചെറിയ ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ച് അന്നേരം ഹുക്കാൻ കേട്ടോ. വലിയ ഹുക്കപ്പോ കാര്യങ്ങളൊന്നും കൊടുക്കുകയും വേണ്ട. അതുകൊണ്ട് തന്നെ ഈ ഫ്രോനെ തിരഞ്ഞെടുത്ത കേട്ടോ. നമ്മുടെ ഈ ഒരു ലൈറ്റ് ഗെയിമിങ്ങിന് അൾട്രാലൈറ്റ് ഗെയിമിങ്ങിന് കേട്ടോ. എന്തായാലും പൊളി ഫ്രോ ആണ്. ടാക്കിൾസ് ഇതുണ്ട് നമ്മൾ ഹാൻഡിൽ ഇറങ്ങുന്നതാണ് കേട്ടാ. നമ്മളത് എക്സ്ട്രാ കൊമക്സിൻ്റെ ഹാൻഡിലോ ടൈറ്റാനിയം നോബ് നമ്മൾ എക്സ്ട്രാ കയറ്റിയതാണ്. ചെറിയ സ്മൂത്തിന് വേണ്ടി കേട്ടോ. ഭയങ്കര സ്മൂത്ത് അറിയില്ല അതാ. ഓക്കെ നമുക്കിതിനെ റിലീസ് ചെയ്തേക്കാം. നമുക്കിതിന് ആവശ്യം വരുന്നില്ല. ചേർന്നല്ലേ എടാ പോയിട്ട് ആരും പറയില്ല കേട്ടോ. പോകോ. അല്ലല്ല ഇതാണ് ആദ്യത്തെ മീൻ. രണ്ടാമത്തെ മീൻ അല്ല ഇന്നാണ് മീൻ പിടിക്കണം ഗൈസ്. നമ്മുടെ റോഡ് നമുക്ക് ഇന്നലെയാണ് കിട്ടിയത്. നമ്മൾ കുയിങ്ങിൻ്റെ ടെറ്റോണാണ്. TTC 2.10 ഗ്രാം കാസ്റ്റിംഗ് പോയിട്ടുണ്ട്. റോഡിൻ്റെ ആ ഒരു ഇത് കണ്ടോ പക്കയാണ് റോഡ് കേട്ടോ. ഒരു രക്ഷയില്ല. കിട്ടില്ല റോഡ്. ഒരു വർഷം മുന്നേ നമ്മൾ പറഞ്ഞിട്ട് ഈ വർഷമാണ് സാധനം വന്നത് കേട്ടോ. നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ സുഹൃത്ത് നമ്മളോട് പറഞ്ഞു സാധനം വന്നിട്ടുണ്ട്, കൈയോടെ മേടിച്ചോളാൻ പറഞ്ഞു. ലാസ്റ്റ് പീസായിരുന്നു. ഏകദേശം 3 പീസോളം റോഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ റോഡും റീലും ഒക്കെ വേറെ ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നി. കാരണം അങ്ങനെ അൾട്രാലൈറ്റിൻ്റെ ബൈക്കാസിൻ്റെ റോഡ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലൈറ്റ് ഗെയിമിന് വേണ്ടി ആൾക്കാർ മേടിച്ചാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള BFS റീലുകൾ നമ്മുടെ നാട്ടിൽ ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് നല്ല ഉറപ്പാണ്. അപ്പം ഞാനെന്തായാലും ഒരെണ്ണം എടുത്തു. നമ്മുടെ ഒരു ആഗ്രഹം ഇത് ഡൈവയുടെ സലമണ്ടർ എന്ന് പറയുന്ന BFS ആണ് കേട്ടോ. കിട്ടില്ല റീലാണ്. നല്ല കാസ്റ്റിംഗ് ഉള്ള കിട്ടില്ല റീൽ കേട്ടോ. ഒന്നും പറയാനില്ല. നല്ല സെറ്റപ്പ് കോമ്പിനേഷനാണ്. ഈ റോഡിൻ്റെ കളറും ഈ റീലിൻ്റെ കളറും സെയിം ആണ് കേട്ടോ. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും മീൻ കിട്ടും നോക്കാം. ദേവാച്ചിക്ക് മീൻ അടിക്കാനുണ്ട്, കിട്ടണില്ല. ഇതേലും ഇരുന്നോണ്ടേ ഹുക്കപ്പ് ചെയ്യാൻ ഇത്തിരി പാടുണ്ട് ഗൈസ്. നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത്തിരി പാടുണ്ട്. എന്തായാലും നേരമൊക്കെ വെളുത്ത് വന്നു. നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം അടിക്കും. അൺഎക്സ്പെക്റ്റഡ് ഇവിടെ വന്നപ്പോഴാണ് ചാടി അടിച്ചത്. ഓക്കെ ഞാൻ അവിടുത്തെ അനക്കം കണ്ട് വെട്ടിയ കേട്ടോ. ഓളത്തെ വെട്ടിയതാണ്. അറിയത്തില്ല. പുറകെ വരുന്നുണ്ട്. അടിയടാ. എടാ കൊച്ചാടാ. കുറച്ചുകൂടെ പയ്യെ വലിച്ചെടുക്കുക. കൊച്ചു നമുക്ക് കയറ്റി നമുക്ക് പ്രേക്ഷകരെ കാണിച്ചിട്ട് നമുക്ക് ഇറക്കി വിടാം. എന്നാൽ പ്രേക്ഷകർ കണ്ടോട്ടെ. അല്ല ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് വറക്കാനൊന്നുമല്ല കേട്ടോ. പ്രേക്ഷകർ ആടെ അടിയുണ്ടോ? മറിയുന്നുണ്ട്. ആടെ ഗൈസ് ഫിഷ് ഓൺ ഗൈസ് ഫിഷ് ഓൺ. വീഡിയോ ഉണ്ടോടാ? ചുമലായിട്ട് കത്തിക്കൊണ്ടിരിക്കണം. ചപ്പേക്കര് ഉടക്കി വേണ്ട അങ്ങ് പോന്ന പോലെ. ചെറുതൊന്നുമല്ല തീരെ ചെറുതല്ല. നാടൻ വരാല കേട്ടോ. തീരെ ചെറുതുമല്ല. നമുക്ക് എടുക്കാൻ പറ്റിയ സൈസാണ്. അവൻ പൊടക്ക പൊത്തി നിൽക്കുമായിരുന്നു. അവസാനം അവനെ ഓപ്പൺ വാട്ടറിൽ നിന്ന് കെട്ടിപ്പോൾ അവൻ അടിച്ചു കേട്ടോ നന്നായിട്ട്. വേറെ ഗൈസ് നമ്മുടെ 3ാമത്തെ വരാൽ കേട്ടല്ലോ. ചെറിയൊരു നാടൻ വരാല കട്ടൊക്കെ ഉണ്ട്. നാടനാണെന്ന് അറിയത്തില്ല. എന്തായാലും വരാൽ അതേ പറയാൻ പറ്റുള്ളൂ. ഗൈസ് നമ്മുടെ ബെറിയല കേട്ടോ. വീണ്ടും ബെറി ഒരു രക്ഷയില്ല. സെറ്റപ്പ് സാധനം കേട്ടോ. മീൻ അണ്ണാക്കിട്ട് പോയിട്ടുണ്ടോ? അവൻ പോയി. അവൻ ഹുക്കായാൽ കഴിഞ്ഞാൽ പിന്നെ അവനെ രക്ഷിക്കാൻ അവനെ കൊണ്ട് പോലും പറ്റത്തില്ല. അന്നേരത്തേക്കും ബ്രേവ്. വായി തുറന്നാണേ. ഐസ് ബെറി ഹുക്ക് ചെയ്യാനും പാടണം. തുറന്നു പാടാ. നമ്മൾ റിലീസ് ചെയ്യുമല്ല, സൈസുള്ള മീനാണേ. നമ്മൾ എടുക്കുവാണ്. കയറ്റിക്കും മറ്റോ
അതിൻ്റെ തുറന്ന് അങ്ങനെ പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ചെറുതായിട്ട് തുറക്കാം. അല്ല, ഈ തുറന്ന് പിടിച്ചതിൻ്റെ കുഴപ്പം. ഇത്രയും തുറക്കരുതിൻ്റെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു. കഴിച്ചത് തന്നെ റിലീസായി കേട്ടോ. ഇവനെപ്പോലുള്ളവന്മാരെ കൂടുതൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കും. ഒറ്റക്ക് വന്ന് ബോട്ട് പറഞ്ഞ ആര് കൊണ്ടുപോകാം? അവിടെ പോടാൻ പറ്റി. ഗൈസ് അത് പോയി കിട്ടി. പക്ഷെ നമ്മളത് സീനാക്കുന്നില്ല. നമ്മളെ റോഡ് റീൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നാൽ കൊള്ളാം. അതെ ഗൈസ് ഒന്നുമില്ല, അമ്മി മിസ്സായി. ഒന്നും പറയുന്നില്ല. ഫ്രോഗേ നല്ല മിസ്സായത്. സംഭവം കരയ്ക്ക് എരിയുമ്പോൾ വായന തിട്ടും മിസ്സായി. അടച്ചുടന്നി ബാക്കിയുള്ളവരൊന്നും മിസ്സാക്കില്ലേ. ഗൈസ് ഇതുപോലുള്ള ചെറിയ ചെറിയ ലൈറ്റ് ഗെയിമിൽ നടക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഫ്രോഗ് കേട്ടോ. ടെക്സോടെ ബെറി എന്ന് പറഞ്ഞ സാധനമാണ്. വേറെ ഒരാൾ കിടന്ന് വെട്ടുന്നുണ്ട്. ഈ ചോട്ടി കിടന്ന് ഓരോരുത്തന്മാർ മറിയണമുണ്ട്. ഇനിയും കിട്ടുമോ നോക്കാം. കിട്ടുവാടാ. നിനക്ക് വാള മാത്രമേ അടിക്കുന്നുള്ളൂ. കത്തി വാള. ചാമ്പി. ഈ സമയത്ത് ഒക്കപ്പെടുത്താൽ എൻ്റെ റോഡടക്കം ഒടിഞ്ഞു പോകും. ഇറങ്ങി പിടിക്കേ. ഗൈസ് നമ്മുടെ പെക്സോടെ ഡൈന ഇട്ടാണ് ചക്കം പിടിക്കുന്നത്. മനസ്സിലായി എൻ്റെ വലിപ്പം. യെസ് ഫിഷോൺ ഗൈസ്. ദേവാച്ചി ഗൈസ് നമ്മുടെ ഡൈനോയിൽ ദേവാച്ചിക്ക് വീലടിച്ച്. ഗ്രിപ്പിട്ടോട്ടെ ഗൈസ്. നമ്മുടെ പെക്സോടെ ഡൈനോയിലാണ് അടിച്ചേക്കുന്നത് കേട്ടോ. ഒരു വെറൈറ്റി ഷേപ്പിലും കാര്യങ്ങളൊക്കെ ഇറക്കിയത്. അതായത് നമ്മുടെ കറ്റ് നമ്മുടെ കണ്ടാമൃഗത്തിൻ്റെ അതേ ഷേപ്പിൽ ഇറക്കിക്കാൻ ഫ്രോ കേട്ടോ. ആണല്ലേ? ഇപ്പൊ പൊട്ടാമസോ? എടാ ഇപ്പൊ പൊട്ടത് എവിടെയാടാ? മൂക്കോ ഡൈസിനെ ബാഗ് എടുത്തോണേ ഗൈസ്. ഒരു 3 കിലോ റേഞ്ച് ഉണ്ട് കേട്ടോ. വേറെ 3 കിലോ കിട്ടില്ല വരാൻ കേട്ടോ. ഞൊട്ടിയാന്ന് വിചാരിച്ച കേട്ടോ ഗൈസ്. ചെറുതാണെന്ന് വിചാരിച്ചത്. അടിച്ചേക്കുന്നത് നമ്മുടെ ഡൈനോ കേട്ടോ. നമ്മുടെ ദേവാച്ചി നമ്മുടെ ചെറുക്കൻ മാലയുടെ ഗൈസ്. തുറക്കടാ പട്ടി. ആണോ? ആ തമ്പം ഞെക്കിവിടാവോ ഈ ബ്രൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്? അങ്ങനെ മുറ്റവും ചാടിപ്പോകാൻ നിൽക്കണേ. എനിക്ക് കിട്ടിയതേ എന്തൊരു മൈനാണല്ലേ ഗൈസ്. നമ്മുടെ ഡൈനോ ഫ്രോ ഞാൻ കാണിച്ചു തരാം. അടക്കണ അങ്ങോട്ട് ചാടിപ്പോവും ഗൈസ്. നമ്മുടെ ഡൈനോ കിട്ടിയിലും ഫ്രോ കേട്ടോ. ചുമ്മാ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഇവനാണ് ഇതിന് പറഞ്ഞ ഹിപ്പോപ്പൊട്ടാമസ് ഗൈസ്. നമ്മുടെ ഡൈനോ ഡബിൾ സ്പിന്നറും വേണുണ്ട്. കേട്ടോ ഒരു പ്രത്യേക ഷേപ്പാണ്. പക്ഷെ കളർ വെച്ച് നോക്കുമ്പോൾ അത് ഇപ്പോൾ അല്ലേ. നീ ആ മൂക്കൊന്ന് പൊത്തി പിടിച്ചിട്ട് നോക്കി. അത് പന്നി കുഞ്ഞായല്ലേ ഗൈസ്. നമ്മുടെ പെക്സോടെ ഡൈനോ കേട്ടോ. കിട്ടിയിലും ഹുക്കപ്പാണ്. കിട്ടിയിലും ഫ്രോ കേട്ടോ. അടിച്ചടി കണ്ടല്ലോ. ജസ്റ്റ് ഇതായിരുന്നു ഹുക്കപ്പ് ചെയ്തു സാധനം കയറി. ഇത് നമ്മുടെ പുറം പൊട്ടും കേട്ടോ. വള്ളം പോലെയല്ല ഇതൊരു സാധനം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ട്. എന്തായാലും ഭയങ്കര സ്റ്റെബിലിറ്റി കേട്ടോ. മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ദേവാച്ചി നീനും മീൻ പിടി. ഞാൻ ഇവിടെ കിടന്ന് നോക്കട്ടെ വല്ലതും കിട്ടുമെന്നേ. ഇതടി ആട്ടോ. ഇതടി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. ഫിഷോൺ ഗൈസ്. നമ്മുടെ അടുത്ത നമ്മൾ അടിച്ചിട്ടുണ്ട്. പൊളി. സൂര്യൻ കണ്ണിലോട്ട് അടിക്കുന്നത്. ചെറുതാട്ടോ. തീരെ ചെറുതല്ല. ആ ഇങ്ങനെയൊക്കെ കൈകൊണ്ട് പൊത്തുക എന്നിട്ട് ഊരിടുക ഗൈസ്. വരാൽ അടുത്തത് പിന്നെ പിരിക്കുന്നുണ്ടോ നമ്മുടെ ഫ്രോഗ്. യെസ് ഗൈസ്. നമ്മൾ മീനെ കാണിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് മീനെ പിടിച്ച് കയറ്റി ഇടുന്നതേ ഉള്ളൂ. തുറന്ന വെള്ളത്തിലോട്ട് എന്നാടാ ഗൈസ്. നമ്മുടെ ഫ്രോഗ് വെറി സൂപ്പർ ഫ്രോ കേട്ടോ. ഇതുപോലെ ചെറിയ രീതിയിലുള്ള മീൻ പിടുത്തം. വലിയ മീൻ അടിച്ചാലും കയറും, ചെറു മീൻ അടിച്ചാലും കയറും. പക്ഷേ ഇതുപോലെ ചെറിയ രീതിയിലുള്ള ഫ്രോഗുകളിട്ട് ചെറിയ രീതിയിലുള്ള മീൻ പിടുത്തത്തിന് ബെസ്റ്റ് ഫ്രോ കേട്ടോ. ബെറി എന്നെ പേരല്ലേ? ബ്ലൂബെറി. ഇത് റെഡ് ബെറിയാണ്. ബെറി കേട്ടോ. സൂപ്പർ വളി ഫ്രോഗ്. മുന്നിലോട്ടാണ് വെയിലടിക്കുന്നത്. സ്പിന്നർ ചെറിയ ചേഞ്ച് കിട്ടും. നമ്മുടെ ക്യാച്ചറിൻ്റെ സ്പിന്നറാണ് ഇത്. സ്പിന്നർ സിംഗിളായിട്ടൊരു വട്ടത്തിലുള്ള സ്പിന്നറാണ് വരുന്നത്. അതിൽ നല്ല ആക്ഷൻ ഉണ്ട്.
ഇത് ജസ്റ്റ് ഒന്ന് കയറ്റി നോക്കിയത് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. പക്ക കേട്ടോ, പൊളി ചണ്ണപ്പയലാണ്. ഇതൊക്കെ അങ്ങ് പറിച്ച് കളയുക, ഫ്രോഗിൻ്റെ ആക്ഷൻ നഷ്ടപ്പെടാതിരിക്കും. പിന്നെ അത് ചപ്പ് ഉടക്കുന്നതാണ്. നടു എടാ തുഴ പോടാ തുഴ. ഇനി അതിനകത്തില്ല, കുപ്പിയുടെ അതിൻ്റെ ഇടയിൽ കയറ്റിയ ഒടിഞ്ഞ കസേര വല്ലതും വീട്ടിലുണ്ടോ നോക്കണം. ആരെ പൈമാക്കിട്ടല്ല, അത് ഗോസ്റ്റാ. അമ്മു മക്കളി മായാടി കയറി കയറി എവിടെ അണ്ടേ സ്ട്രൈക്ക് കിട്ടി കേട്ടോ. ഒരു മീനോട് അടിച്ചിട്ടുണ്ട് നമ്മുടെ PFS സെറ്റ് കേട്ടോ. ഓർഡർ ചെയ്യില്ല, ഒരു രക്ഷയില്ല. നമ്മുടെ ഫ്രോഗാണ് നമ്മുടെ മെയിൻ. എന്ന് വെച്ചാൽ ഫ്രോഗ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ചെറിയ ഫ്രോഗ് അത്ര സെറ്റപ്പ് അത്രയും ഒക്കപ്പ് കിട്ടുന്ന സാധനം. ഇത്ര കളയുന്നതിൻ്റെ തലയടിക്കാൻ പോയി. നേരത്തെ ഒരു മീനെ കയറ്റിയിട്ട് ഇവനത് വിയന്ന വരല്ല, നേരത്തെ നാടൻ്റെ അത് പോവണ്ടാടാ ശരിക്കും പറഞ്ഞാൽ. അത് എന്നിട്ട് എല്ലാവരോടും പറയണം ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, മുട്ട ടേസ്റ്റാ, എല്ലാവരും പാരവെക്കാനല്ലോ നോക്കുന്നത്. അതൊക്കെ അത്രേ ഉള്ളൂ. മൈരൻ കുഴപ്പമില്ല. ഇതല്ലേ വിയറ്റ്നാമി? യെസ്, വിയറ്റ്നാമി വെച്ചാൽ വളർത്ത് വരാല്ലേ. എന്ത് 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 ഇത്ര വിഷമം? എന്ത് ബ്രൈഡാനിടെ കൂടെ കയറിയിട തുറന്നടാ. നല്ല തീറ്റയൊക്കെ തിന്നത് സെറ്റായി കിടക്കുക മീൻ. ശരി, അങ്ങനെ തുറന്നു പോയി. ഗൈസ്, മീൻ നമ്മളെടുത്ത് സേഫാക്കി കയറ്റി. ഒന്നും പേടിക്കാനില്ല, ഒന്നും പേടിക്കാനില്ല. എറിയടാ, നീ തുഴ പോയതൊക്കെ വിടുക, അത് എടുക്കാല്ല. മീനെ ആദ്യം പിടി. 6 ഇവിടെ ലൈനാട്ടോ. ചെറിയ ലീഡർ വിട്ട് ചെറിയ ഫാസ്റ്റ് ആച്ച് ആട്ടോ. കണ്ണി കാണാൻ പറ്റത്തില്ല, ഒത്തിരി ഫാസ്റ്റ് ആച്ച് കാണാൻ പറ്റും. നമ്മുടെ ബെറി കുഞ്ഞു ഫ്രോ കേട്ടോ. ഇവിടെ ഇവിടെ വരുമ്പോൾ ടക്കോന്ന് റെഡി അടിക്കും. എന്നാൽ നിന്റെ തല അടിച്ച് ഞാൻ തീർക്കും. അവിടെ ഇനിയും മീൻ കിട്ടും. ഇവനെ പോലുള്ള ആൾക്കാരെ കൂടെ കൊണ്ടുവന്ന മോത്തിൻ്റെ അടി കിട്ടും, മീനും. അപ്പോൾ നമ്മൾ വൈകുന്നേരം വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ഞാനും ഉണ്ട്, ദേവാച്ചിയുണ്ട്. നല്ല ക്ലാസ്സൊക്കെ ഇട്ട് ഭയങ്കര വെയിലാണ്. നമ്മളെന്തായാലും സമയം ഒരു 4 മണിയായിട്ടുണ്ട്. നല്ല വെയിലാണ്. എന്തായാലും ഒരു 1.5 മണിക്കൂറൊക്കെ നല്ല വെയിലായിരിക്കും. എന്തായാലും നമുക്ക് മീനൊക്കെ ഇവിടെ നിന്നൊക്കെ തന്നെയാണ് കിട്ടിയ കേട്ടോ. വെള്ളം വീണ്ടും താന്നിട്ടുണ്ട്, വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തായാലും പുഴയൊക്കെ ആയിട്ട് റോഡ് റെയിലും അല്ലാതെ താഴെ പോലെ നമ്മൾ തുഴഞ്ഞാൽ പോകുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. നമ്മൾ വെള്ളമല്ല, നമ്മുടെ ബോട്ട് സൂനൊക്കെ താന്നു വന്നു. എൻ്റെ ഗൈസ് ഒരു രക്ഷയില്ല, നല്ല ഒടുക്കത്തെ കാറ്റ് കാണും. എന്തായാലും ഞങ്ങളുടെ ഇവിടെ പോയിട്ട് കുറച്ച് മീൻ കിട്ടും, നമുക്ക് നോക്കാം കേട്ടോ. ഇതിനെ ബാക്കി നമുക്ക് അന്നേരം നോക്കാം. ഓക്കെ, നമ്മുടെ വൈകുന്നേരം നമ്മുടെ പുതിയ ബോട്ട് നമ്മൾ ഉണ്ടാക്കിയ ബോട്ട് നമ്മൾ ട്രയൽ അടിക്കാൻ ഇറങ്ങിയതാണ്. എന്തായാലും എല്ലാം കിട്ടുമെന്ന് ഇനി നോക്കാം. കിട്ടുമെന്നതിൽ വീഡിയോ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും മുള വരുന്നുണ്ടോ? ശരി, ഞാൻ ആ സൈഡ് കൊടുത്തമാര് മറന്നു കുടിക്കാം. ഫിഷ് ഓൺ വൈകുന്നേരം ഇറങ്ങി ഒരു മീനോടെ അടിച്ചു കേട്ടോ. അതെ, നമ്മൾ സെയിം ഫ്രോവിനെ യൂസ് ചെയ്യുന്നത്, സെയിം ടാക്കിൾസ്.
ചേട്ടാ അത് തന്നെ റിലീസുണ്ടോ അവനെ? ഭയങ്കര ചെറുതാ. യെസ് ഗൈസ്, മീനടിച്ചു. വട മീൻ്റെ സൈസ് ഉണ്ടല്ലോ. അടിച്ചത് നമ്മുടെ ബെറിയാണേ. ഓ വീണ്ടും നമ്മുടെ ബെറിയൽ കണ്ടാ. മീനടിച്ചു. അതെ അതെ, മീനടിച്ചപ്പോളെ ഹുക്ക് തരുന്നത് കേട്ടോ. ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഫ്രോഗ് ഇങ്ങനെ ഹുക്ക് തിരിയെന്ന് പറഞ്ഞാൽ. നമ്മുടെ ബെറി സ്പിന്നർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞു ചെറിയ സ്പിന്നർ വരുന്നത്. പക്ഷേ ഏത് സ്പിന്നറാണ് മീനടിക്കും. മീനടിച്ചാൽ പക്കായിട്ട് കയറും കേട്ടോ. ഒരു മീൻ പോലും മിസ്സാകത്തില്ല. അത്രയും സൈസാണ്. ഓ 8 കലി കടിച്ച് ഐസ് റിലീസ് ചെയ്യാം കേട്ടോ. പോയി വളക്കട വളരെ എൻ്റെ വായി വെച്ച് കൊടുത്ത് പറയായിരുന്നല്ലേ. ഞാനിപ്പോൾ എറിഞ്ഞാണ്ടായിരുന്നു നീ ഇങ്ങനെ അതുകൊണ്ട് അടിക്കുവാണ് ഞാൻ. നീ തല കുത്തി വെള്ളത്തിൽ പോകും. അല്ല ഞാൻ ചവിട്ടി വെള്ളത്തിൽ തന്നെ. നമ്മുടെ ഫ്രോഗ് ഇവരെയൊക്കെ പോലുള്ളവരെ കൂടത്തിൽ കൊണ്ടുവന്നതാണല്ലോ. നമ്മൾ രാവിലെ വന്നു ഈ കണ്ടത്ത് തന്നെയാണ്. രാവിലെ ആകുമ്പോൾ നല്ല ആക്ടിവിറ്റി ഉണ്ടായത്. ഇപ്പോഴും ആക്ടിവിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല. മീൻ അടിക്കേണ്ടത് കണ്ടോ. അവിടെ നിന്ന് മീൻ അടിച്ചാൽ ചെറുതാട്ടോ കൂടുതലും. നമ്മളതുകൊണ്ടാണ് ഈ ടാക്കിൾസ് ആയിട്ട് ഇറങ്ങിയത്. വലുതടിച്ചാലും കയറും. നമ്മളിതിൻ്റെ ഒരു ഫീൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രോഗ് എന്ന് പറഞ്ഞാൽ അവിടെ പെക്സോടെ പേര് തന്നെ കേട്ടോ. അവിടെ നിന്ന് ഉറവടി അടിക്കും. അവിടെ ചെറുതാക്കി ചെറുത്. യെസ്. പിന്നെ സമയം അതിക്രമിച്ചു. മീൻ എപ്പോഴും അടിക്കാന്ന് അറിയാൻ പറ്റില്ല. മീൻ തോന്നുമ്പോൾ അടിക്കുന്നത്. കൂടുതലും മീൻ അടിക്കുന്ന പയ്യല്ല. അടിച്ചോ. ഫിഷ് ഓൺ ഗൈസ്. ഫിഷ് ഓൺ നമ്മുടെ വെറിയൽ ഒരു വരയിലൂടെ അടിച്ചിട്ടുണ്ട്. ചെറുതാണ്ട് സൈഡിലാവും. ഇടത്തം വരാല്. വയമ്പ് ഇല്ല, ഇത് മടൽ വെച്ച് ചെറുതാണ്. എൻ്റെ അടിയെ കണ്ടൊരു അരക്കിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. അരക്കിലൊന്നുമില്ല. ഇത് നമ്മൾ ബെറിയൽ അൾട്രാറ്റീവ് ഫിഷിങ് ബെറിയൽ അടുത്തൊരു വരല്ലോ കേട്ടോ. ഓ കണ്ണുകൂടെ അടിച്ചു കേട്ടോ. അള്ളി ഇങ്ങ് പോന്നു. അമ്പാടാ കൊള്ളാം. ഓക്കെ ഫ്രോഗ് കാണിക്കാം. ഓ ബാഗ് നിർത്താം. ഊരിക്കട്ടെ. കൈസ് ഫ്രോഗ് കേട്ടോ. കൊള്ളാം. നല്ല ഹുക്കപ്പാണ് ഫ്രോഗിനെ. ഹുക്കപ്പ് നല്ല ഹുക്കാണ്. കിട്ടുന്ന സാധനം കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടെ ഒക്കെ തന്നെ കാശിയിട്ട് തിരിച്ച് പോകാൻ സമയമായിട്ടുണ്ട്. സന്ധ്യയായി. ഇനി വീട്ടിൽ കയറാം. രാവിലെയുള്ള ഫിഷിങ് ഇനി ഇവിടെ നടക്കുള്ളൂ കേട്ടോ. ഇതേ നമ്മുടെ ടാക്കിൾസ്, നമ്മുടെ BFF സെറ്റപ്പ് കേട്ടോ. സൂപ്പർ കേട്ടോ. ഭയങ്കര സ്മൂത്താണ് ഇതുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് നല്ല കിടിലൻ ആക്ഷൻ. സമ്മതിച്ചു കൊടുക്കില്ല. വലിയ മീൻ അടിച്ചാലും സംഗതി പറന്ന് കയറണം. ഹുക്കപ്പിൻ്റെ കാര്യം ഒന്നും പറയാനില്ല കേട്ടോ. ഫ്രോഗിൻ്റെ കിട്ടിയില്ല. ഹുക്കപ്പാണ്. ഹുക്കപ്പ് പക്കയാണ്. ഫിഷ് ഓൺ. ദേവാച്ചി
അമ്പടി ഞാൻ വെള്ളത്തിൽ പോകണേ ചൂണ്ട പിടിച്ചോണം അതായിട്ട് അത്രേ ഉള്ളൂ. എടാ അവൻ്റെ ഒരു ചെറിയ ഉടക്കാം. അത് കുഴപ്പമില്ല. അങ്ങനെ കാല് പറിക്കാതെ അങ്ങനെയുണ്ട്. ആറ്റിന്ന് മീൻ പിടിക്കണ പോലെ തോട്ടിന്ന് മീൻ പിടിക്കണം. കുറച്ചിട്ടാലോ എടാ പട്ടി ബാടാ ബാ. നമ്മുടെ കോസ്റ്റലാണ് അടിച്ചേട്ടോ. നമ്മുടെ എങ്ങും പോകത്തില്ല. അവനെ ചെതുമ്പോഴൊക്കെ അടിച്ച് കയറി കേട്ടോ. എൻ്റെ റോഡ് കൈ കയറിയോ? ഇല്ല ഗൈസ് അവനാണ് ആ വൈബിട്ട് കണ്ടില്ലോ. ഇച്ചിരി ടാസ്ക്കാണ് ഇതുപോലുള്ള മീൻ പിടുത്തം. എവിടെ കൂടെ അടിച്ചു തരുന്നേക്ക് കണ്ണ ഞാൻ അവൻ്റെ ചെറിയ ചെറുതായിട്ട് കയറിയപ്പോൾ വായി പറഞ്ഞടാ. അയ്യോ ചാടിപ്പോയി. പോയോ? ഇതേന്ന് മിസ്സായി റോഗേന്ന്. ഇതാണ് ടാസ്ക്. ആ ചാടി അതായിട്ട് വീണു. ഫിഷ് ഓൺ എങ്ങോട്ട് രാജി തിരിച്ചോടത്തില്ല. അതാണ് സുഖം. നമ്മുടെ ബോട്ട് അന്നേരം നമ്മുടെ പുതിയ നമ്മളുണ്ടാക്കിയ നമ്മുടെ ചെറിയ കയാക്കല്ല ബോട്ട് നമ്മുടെ പുതിയ ബോട്ടയിലുള്ള മീൻ പിടുത്തം ആണ്. നമ്മുടെ ഗോശ മീൻ അടിച്ചേട്ടോ. അങ്ങനെ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതാണ് തുഴഞ്ഞ ഇത്തിരി പാടാണ്. ഇത്രയും സാധനം പറ്റോട്ട് തുഴയെന്ന് തുഴഞ്ഞ എന്നാ ഇനി ഇവിടെ അറിയാം. പൊളി രസം. എങ്ങനെയുണ്ട് അടിപൊളി സാധനമല്ലേ? ഭയങ്കര ബാലൻസ്. നമ്മൾ വള്ളത്തെക്കാട്ടിലും ബാലൻസ് നമ്മൾ സാധനം ഉണ്ടാക്കുന്ന കേട്ടോ. ആ സാഴി നിന്നൊക്കെ മേടിക്കും. എന്തായാലും നമുക്ക് ഇനി നോക്കാം. ഇനി കേട്ടെടുത്ത് മേടിക്കും കേട്ടോ. അതിന്റെ കീഴെ കിടന്നടിക്കുന്നതാ. അതേന്നെ ഞാനും പറഞ്ഞേ. അയ്യോ ഇതിനാ പാമ്പോ. വീണ്ടും ഫിഷ് ഓൺ. നമ്മുടെ ബെറിയൽ വീണ്ടും ഫിഷ് ഓൺ. ഇവനാണ് കിടന്ന് അടിച്ചു മറിഞ്ഞോണ്ടിരുന്നത്. പോടാ. മക്കളെ നീ പോയിട്ട് പോയി. വീണ്ടും റിലീസ്. നമ്മുടെ 5ാമത്തെ മീൻ നമ്മൾ റിലീസ് ചെയ്തു കേട്ടോ. 5 ചെറിയ വല ഉണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം ഇടത്തരം വരാനുള്ളത് ചാടിപ്പോയി തന്നെ. ചെറിയൽ ഒരാൾ പിടിച്ചു. നല്ല രസമുണ്ട് കേട്ടോ. ഒരാൾ പിടിക്കാനാണേലും മീൻ കയറ്റാനാണേലും നല്ല രസമുണ്ട്. പോളിസ് സാധനം കേട്ടോ. ഒന്നും പറയാനില്ല. കിട്ടിലം ഫ്രോ. കൂടെ നമ്മൾ ടാക്കിൾസ് ഡൈവേഴ്സ് സലമണ്ട്ര. നമ്മൾ ഈ ഹാൻഡിലോ സെപ്പറേറ്റ് കയറ്റി അറിയാലോ. കണ്ടല്ലോ കറക്കണ്ടോ. ഭയങ്കര സ്മൂത്താണ് കറക്കാനത്. നമ്മുടെ കുയിങ്ങിര ടെട്ടോൺ TTC റോഡ്. ഡീസല്ല ഗൈസ്, ഓയിൽ. ഡീസൽ ട്രക്ക്. നമുക്ക് അവിടെ തന്നെ നോക്കാം. അവിടെ നിന്ന് ഇനിയും ചിലപ്പോൾ ചെറുതടിക്കും. അവിടെ അനക്കി പോകുമ്പോൾ ചാടി ഒറ്റ വിട്ട്. ഞാൻ ഇവിടെ അറിയാം. ഗൈസ് നമ്മുടെ ചെങ്ങാടത്തിലുള്ള യാത്ര നമ്മൾ വീണ്ടും തുടരുകയാണ്. നമ്മുടെ ദേവാച്ചിയും തുഴയുന്നു. നമ്മളിന്ന് കാസ്റ്റ് ചെയ്യുന്നു. ഇതുണ്ടോ ഒരു വിഷയമില്ല കേട്ടോ. ഇതുണ്ടോ ഒരു സീനും ഇല്ല. ഈ സാധനം 2 കഥയൊക്കെ വെച്ച് അകത്ത് മുഴുവൻ കുപ്പിയാണ് വെച്ചേക്കുന്നത്. സൈഡിലും എല്ലാം കുപ്പിയും പാട്ടയും എല്ലാം കൂടെ വെച്ച് നമ്മളങ്ങോട്ട് ഉണ്ടാക്കി. ഒരു എത്ര കുപ്പി ഉണ്ടെന്ന് ഒരു പിടുത്തവുമില്ല. ഈ കഥേൻ്റെ വലുപ്പത്തിൽ മുഴുവൻ കുപ്പി ഇല്ല. അനങ്ങത്തില്ല ഗൈസ്. ഞാനിപ്പോൾ നമ്മുടെ ഇതുകൊണ്ട് വെള്ളത്തിൽ പോയാലേ ഉള്ളൂ. ഇപ്പോൾ കാണിച്ച പോലെ സെറ്റ്. നമ്മൾ കാലുകെട്ടി വെള്ളത്തിൽ പോയാലേ ഉള്ളൂ. ഒരു സീനും ഇല്ലാതെ വെള്ളമൊക്കെ താന്നു.
സെറ്റ്. ആ അവിടെ മീൻ പറയുന്നുണ്ട്. അവിടെ ഒരു മീൻ പറയും.